എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 8 തീയതി മുതൽ 14 തീയതി വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം ലോക സമുദ്ര ദിനത്തെക്കുറിച്ച് നോക്കാം. ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്ന ദിവസം. സമുദ്രങ്ങളുടെ പ്രാധാന്യവും അവ നേരിടുന്ന ഭീഷണികളും ലോകത്തെ ഓർമ്മിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് ഈ ദിനം ആചരിക്കുന്നത്. 2026 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം റീ ഇമാജിൻ ബിയോണ്ട് ദ വേൾഡ് വി നോ എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് അവർ ഓഷ്യൻ എന്നതാണ്. ഇന്ത്യയിൽ ദേശീയ സമുദ്ര ദിനം ആചരിക്കുന്നത് ഏപ്രിൽ 5-നാണ്. 1919 ഏപ്രിൽ 5-നാണ് സിന്ധ്യ സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള SS ലോയൽറ്റി എന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പൽ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിച്ചത്. 1964 ഏപ്രിൽ 5 മുതലാണ് ഇന്ത്യയിൽ ദേശീയ സമുദ്ര ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത്. അടുത്തത് ഷിഗല്ലയെക്കുറിച്ച് നോക്കാം. അടുത്തിടെ കേരളത്തിൽ ഷിഗല്ല രോഗബാധയും മരണവും റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് കോഴിക്കോട്. ഷിഗല്ല എന്നത് ആമാശയത്തെയും കുടലിനെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ ബാക്ടീരിയൽ അണുബാധയാണ്. ഇത് ഷിഗല്ലോസിസ് എന്നും അറിയപ്പെടുന്നു. മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ രോഗബാധയുള്ള വ്യക്തികളുമായുള്ള സമ്പർക്കത്തിലൂടെയോ ഇത് പെട്ടെന്ന് പടരുന്നു. കഠിനമായ വയറിളക്കം, വയറുവേദന, മലത്തിൽ രക്തം കാണപ്പെടുക, നിർജ്ജലീകരണം എന്നിവയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതും വ്യക്തി ശുചിത്വം പാലിക്കുന്നതുമാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. അടുത്തത് ട്രിയോണ്ട എന്താണെന്ന് നോക്കാം. 2026 ഫിഫ ലോകകപ്പിനായി പുറത്തിറക്കിയ ഔദ്യോഗിക മാച്ച് ബോളിൻ്റെ പേരാണ് ട്രിയോണ്ട. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മോഷൻ സെൻസറുകളും ഉൾപ്പെടുത്തി അഡിഡാസ് കമ്പനിയാണ് ഈ പന്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ലോകകപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നതിലാണ് സ്പാനിഷ് ഭാഷയിൽ 3 തരംഗങ്ങൾ എന്ന അർത്ഥം വരുന്ന ട്രിയോണ്ട എന്ന് പേര് ഇതിന് നൽകിയിരിക്കുന്നത്. കളിക്കളത്തിലെ നിർണായക തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുവാൻ വീഡിയോ അസിസ്റ്റന്റ് റഫറി അഥവാ വാർ സിസ്റ്റത്തെ ഇത് സഹായിക്കും. അടുത്തത് എന്താണ് KAU തേജസ്വിനി? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പുതിയ പച്ചമുളക് ഇനമാണ് KAU തേജസ്വിനി. വെള്ളായണി കാർഷിക കോളേജിലാണ് ഈ കുറ്റിച്ചെടി ഇനം വികസിപ്പിച്ചത്. നഗരങ്ങളിലെ ടെറസ് കൃഷിക്കും വീട്ടുവളപ്പിലെ അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണിത്. അമിതമായ കീടനാശിനി പ്രയോഗമില്ലാതെ വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഉയർന്ന വിളവ് നൽകുന്ന ഇനമാണ് KAU തേജസ്വിനി. അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ ആസ്പദമാക്കി ശശി തരൂർ രചിച്ച പുസ്തകമാണ് ദ സേജ് വു റീ ഇമാജിൻഡ് ഹിന്ദുയിസം, ദ ലൈഫ് ലെസൺസ് ആൻഡ് ലെഗസി ഓഫ് ശ്രീനാരായണ ഗുരു. ഈ പുസ്തകത്തിൻ്റെ മലയാളം പരിഭാഷ ശ്രീനാരായണ ഗുരു ഹൈന്ദവതയുടെ ഭാവി ദർശിച്ച യോഗി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹിക ആത്മീയ പരിഷ്കരണങ്ങളെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കുറിച്ച് ഈ പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. അടുത്തത് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ വാഷിംഗ്ടണിലുള്ള സ്മിത്സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്ന വസ്ത്രമാണ് മംഗൾയാൻ സാരി. 2013 ഡിസംബർ 1 മംഗൾയാൻ പേടകം ഭൂമിയുടെ ഭ്രമണപഥം വിട്ടുപോയ നിർണായക ദിവസം ISRO ശാസ്ത്രജ്ഞയായ നന്ദിനി ഹരിനാഥ് ധരിച്ചിരുന്ന ചുവപ്പും നീലയും കലർന്ന പട്ടുസാരിയാണിത്. ഇന്ത്യയുടെ അഭിമാനകരമായ ചൊവ്വ ദൗത്യമായ മംഗൾയാൻ പദ്ധതിയിലെ പ്രധാന ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് നന്ദിനി ഹരിനാഥ്. മാർസ് ഓർബിറ്റർ മിഷൻ്റെ ഡെപ്യൂട്ടി ഓപ്പറേഷൻ ഡയറക്ടറായിരുന്നു നന്ദിനി ഹരിനാഥ്. 2013 നവംബർ 5 ISRO വിക്ഷേപിച്ച മംഗൾയാൻ 2014 ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ചൊവ്വയിലെത്തിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യവും ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ച ആദ്യ രാജ്യവുമാണ് ഇന്ത്യ. അടുത്തത് എന്താണ് ചീരു? കുട്ടനാടൻ താറാവ് ഇറച്ചി ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പുതിയ ബ്രാൻഡിൻ്റെ പേരാണ് ചീരു. കുട്ടനാട്ടിലെ താറാവ് കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കാനും വിപണന സാധ്യത വർദ്ധിപ്പിക്കാനും ഈ സംരംഭം സഹായിക്കും. ആലപ്പുഴയിൽ നടന്ന കുടുംബശ്രീ സരസ് മേളയുടെ ഭാഗ്യചിഹ്നമായിരുന്നു ചീരു. 1998 മെയ് 17 കേരള സർക്കാർ ആരംഭിച്ച സ്ത്രീ ശാക്തീകരണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് കുടുംബശ്രീ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ ശൃംഖലകളിൽ ഒന്നാണ് കുടുംബശ്രീ. അടുത്തത് ഇന്ത്യയുടെ ദേശീയ പ്രസവ നിരക്കിനെ കുറിച്ചാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഓഫീസ് പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം SRS റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ദേശീയ പ്രസവ നിരക്ക് അഥവാ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR 1.9 അഥവാ 1.9 കുറഞ്ഞിട്ടുണ്ട്. TFR 2.3 എന്നതാണ് ഇപ്പോൾ 1.9 കുറഞ്ഞത്.
ഒരു ജനസംഖ്യയിലെ അംഗങ്ങളുടെ എണ്ണം കുറയാതെ നിലനിർത്താൻ ആവശ്യമായ അഥവാ റീപ്ലേസ്മെൻറ്റ് ലെവലായ 2.1 അഥവാ 2.1 എന്ന നിരക്കിനേക്കാൾ താഴെയാണ് ഇപ്പോഴുള്ള TFR. TFR 2.1 താഴെയാകുന്നത് ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യാ സ്ഥിരതയ്ക്കും ആരോഗ്യകരമായ ജനസംഖ്യാ ഘടനയ്ക്കും നിർണായകമാണ്. അടുത്തത് എന്താണ് സെൽഫ് എന്യൂമറേഷൻ? സെൻസസ് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് മൊബൈലിലൂടെ ഓൺലൈൻ പോർട്ടൽ വഴി നൽകാൻ കഴിയുന്ന ആദ്യഘട്ട പ്രക്രിയയാണ് സെൽഫ് എന്യൂമറേഷൻ. സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിച്ചിട്ടുണ്ട്. ഈ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് വേഗത്തിലും കൃത്യമായും തങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടക്കുക. 1-ാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും, 2-ാം ഘട്ടത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കും. ജൂലൈ 1 മുതൽ 30 വരെയാണ് 1-ാം ഘട്ട സെൻസസ്. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ് www.sc.census.gov.in. അടുത്തത് എന്താണ് ആശ്വാസ് 2026 എന്ന് നോക്കാം. സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ എന്നിവയിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്കായി കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ പേരാണ് ആശ്വാസ് 2026. വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്ക് പലിശ ഇളവുകളോടെ തുക തിരിച്ചടച്ച് ബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ ഈ പദ്ധതി അവസരമൊരുക്കുന്നു. കേരളത്തിൽ സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സഹകരണ വകുപ്പാണ്. നിലവിൽ കേരളത്തിൽ സഹകരണ എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് M. ലിജു. അടുത്തത് എന്താണ് നിശാശലഭ ക്യാമ്പസ് എന്ന് നോക്കാം. കേരളത്തിലെ ആകെ നിശാശലഭ വൈവിധ്യത്തിൻ്റെ 16.39% കണ്ടെത്തിയതിനെ തുടർന്ന് നിശാശലഭ ക്യാമ്പസ് എന്ന വിശേഷണത്തിന് അർഹമായ കേരളത്തിലെ സർവകലാശാലയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി. ഇതുവരെ തിരിച്ചറിഞ്ഞ 2215 നിശാശലഭങ്ങളിൽ 363 എണ്ണം കാലടി ക്യാമ്പസിൽ മാത്രമായുണ്ട്. അടുത്തത് എന്താണ് ബാഹുബലി എന്ന് നോക്കാം. ISRO നിർമ്മാണവും വിക്ഷേപണവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ തീരുമാനിച്ച ഇന്ത്യയുടെ കരുത്തുറ്റ റോക്കറ്റായ LVM-3 അഥവാ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നതിൻ്റെ വിളിപ്പേരാണ് ബാഹുബലി എന്നത്. 12 മുതൽ 14 വർഷത്തിനുള്ളിൽ 60-ലധികം LVM-3 റോക്കറ്റുകൾ സ്വകാര്യ പങ്കാളിത്തോടെ നിർമ്മിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. മുമ്പ് GSLV മാർക്ക് 3 എന്നറിയപ്പെട്ടിരുന്ന ഈ വിക്ഷേപണ വാഹനം ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ഭാവി പദ്ധതികൾക്കും ഉപയോഗിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അടുത്തത് നരേന്ദ്രമോദിക്ക് റെക്കോർഡ്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് മറികടന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. 1952 മുതൽ 1964 വരെ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച 4398 ദിവസങ്ങളുടെ റെക്കോർഡാണ് 2026 ജൂൺ 10 4399 ദിവസങ്ങൾ പൂർത്തിയാക്കി നരേന്ദ്രമോദി മറികടന്നത്. 2014 മെയ് 26 അധികാരമേറ്റ അദ്ദേഹം 2019 2024 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് ഈ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. അടുത്തത് ഫിലിപ്പീൻസിലുണ്ടായ ഭൂകമ്പത്തെക്കുറിച്ച് നോക്കാം. അടുത്തിടെ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകപ്പെടുകയും ചെയ്ത തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഫിലിപ്പീൻസ്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതങ്ങൾക്കും ഭൂകമ്പങ്ങൾക്കും സാധ്യതയുള്ള മേഖലയിലാണ് ഫിലിപ്പീൻസ് സ്ഥിതി ചെയ്യുന്നത്. ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം മനില ആണ്. അടുത്തത് സാറ ജോസഫിന് കൈരളി പുരസ്കാരം. ബംഗളൂരു കൈരളി കലാസമിതിയുടെ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി സാറ ജോസഫിന്. 1 ലക്ഷം രൂപയും ശില്പവുമാണ് പുരസ്കാരം. മലയാള സാഹിത്യശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഫെമിനിസ്റ്റ് സാഹിത്യ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ മുൻപന്തിയിലുള്ള സാറ ജോസഫ് ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. സാറ ജോസഫിൻ്റെ പ്രശസ്തമായ നോവലാണ് അലാഹയുടെ പെൺമക്കൾ. ഈ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അടുത്തത് എന്താണ് സിംഗപ്പേൺ ടാസ്ക് ഫോഴ്സ് എന്ന് നോക്കാം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തി സിംഗപ്പേൺ ടാസ്ക് ഫോഴ്സ് എന്ന പേരിൽ പ്രത്യേക വനിതാ ദൗത്യസേന രൂപീകരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് ഈ പ്രത്യേക വനിതാ ദൗത്യസേനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് C. ജോസഫ് വിജയ്. അടുത്തത് സൊജില തുരങ്കത്തെക്കുറിച്ച് നോക്കാം. കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാണ് സൊജില. 13.15 കിലോമീറ്റർ നീളമുണ്ട് ഈ തുരങ്കത്തിന്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന ഈ തുരങ്കം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ഏറ്റവും നീളമേറിയ സിംഗിൾ ട്യൂബ് ദ്വിദിശ അഥവാ ബൈഡയറക്ഷണൽ തുരങ്കമാണ്. തുരങ്കത്തിനുള്ള പ്രത്യേക എസ്കേപ്പ് ടണൽ ഇല്ലാത്തതിനാൽ വെന്റിലേഷനും അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തു കടക്കാനുമായി 3 വലിയ വെർട്ടിക്കൽ ഷാഫ്റ്റുകളാണ് ഇതിലുള്ളത്. ഇതിൽ പടിഞ്ഞാറൻ ഭാഗത്തുള്ള 474.3 മീറ്റർ നീളമുള്ള ഷാഫ്റ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ വെർട്ടിക്കൽ ഷാഫ്റ്റാണ്.
നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് വേണ്ടി മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് തുരങ്ക നിർമ്മാണം സാധ്യമാക്കിയത്. അടുത്തത് എന്താണ് പ്രിയദർശിനി പദ്ധതി എന്ന് നോക്കാം. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രിയദർശിനി. സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ജൂൺ 15 മുതൽ ആദ്യഘട്ടത്തിൽ 100 ദിവസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് ഈ സൗകര്യം ലഭ്യമായി തുടങ്ങിയത്. അടുത്തത് എപ്പിക്ലോറോ ഹൈഡ്രിൻ നിരോധിച്ചു. ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ടീ ബാഗുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന BIS നിരോധിച്ച രാസവസ്തുവാണ് എപ്പിക്ലോറോ ഹൈഡ്രിൻ. ചൂടുവെള്ളത്തിലിടുമ്പോൾ ടീ ബാഗുകൾ കീറിപ്പോകാതിരിക്കാൻ പേപ്പറിൽ ഉപയോഗിച്ചിരുന്ന രാസവസ്തുവാണ് എപ്പിക്ലോറോ ഹൈഡ്രിൻ. ഈ രാസവസ്തു ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ IARC ആണ് ഔദ്യോഗികമായി കണ്ടെത്തിയത്. അടുത്തത് വനം വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം നാഷണൽ സേഫ്റ്റി കൗൺസിൽ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ വനമേഖലകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ 1-ാം സ്ഥാനത്തെത്തിയ പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. സംസ്ഥാനത്തെ 30ഓളം വന പരിസ്ഥിതി കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ തട്ടേക്കാടിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അഥവാ AQI ഏറ്റവും മികച്ചതായ 0 to 50 പരിധിയിലാണ് എന്ന് കണ്ടെത്തി. AQIയിൽ തട്ടേക്കാടിന് തൊട്ടു താഴെ സൈലന്റ് വാലിയാണ്. എറണാകുളം ജില്ലയിൽ പെരിയാർ നദിയുടെ വടക്കേ തീരത്ത് 1983 സ്ഥാപിതമായ തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവായ ഡോക്ടർ സലീം അലിയുടെ സ്മരണാർത്ഥം ഇത് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. അടുത്തത് ആർടെമിസ് 3 ദൗത്യത്തിൻ്റെ അംഗങ്ങളെ പ്രഖ്യാപിച്ച് നാസ ആസ്ട്രോനോട്ട് റാൻഡി ബ്രസ്നിക്കാണ് ആർടെമിസ് 3യുടെ മിഷൻ കമാൻഡർ. ആൻഡ്രേ ഡഗ്ലസ്, ഫ്രാങ്ക് റൂബിയോ എന്നിവരാണ് ആർടെമിസ് 3 ദൗത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റുമാർ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കഴിഞ്ഞ അമേരിക്കൻ യാത്രികൻ എന്ന റെക്കോർഡ് മിഷൻ സ്പെഷ്യലിസ്റ്റായ ഫ്രാങ്ക് റൂബിയോയുടെ പേരിലാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ലൂക്ക പെർമിറ്റാനോയാണ് മിഷൻ പൈലറ്റ്. ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസി അംഗമാണ് പൈലറ്റായ ലൂക്ക പെർമിറ്റാനോ. ഭ്രമണപഥത്തിൽ വെച്ച് മറ്റു പേടകങ്ങളുമായി ഡോക്ക് ചെയ്യുന്നതടക്കമുള്ള നിർണായക പരീക്ഷണങ്ങളാണ് ആർടെമിസ് 3 ലക്ഷ്യമിടുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ആർടെമിസ് 4ന് മുന്നോടിയായ ദൗത്യം നടക്കുക 2027 ആർടെമിസ് 2 ദൗത്യത്തെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും കാണാൻ ശ്രമിക്കുക. അടുത്തത് ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ആൽബത്തിൽ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ മലയാളിയാണ് രജിത് ദേവ്. 2026 ഫിഫ ലോകകപ്പ് ഔദ്യോഗിക ആൽബത്തിൽ സിയർ എന്ന ഗാനത്തിന് നൃത്ത സംവിധാനം നിർവഹിച്ചത് കേരളത്തിൽ വരികയുള്ള രജിത് ദേവാണ്. ഈ ആൽബത്തിൽ ആകെ 18 ഗാനങ്ങളാണുള്ളത്. 2026 ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിന് വേദിയായത് മെക്സിക്കോ സിറ്റിയിലെ ചരിത്രപ്രസിദ്ധമായ ആസ്ടെക് സ്റ്റേഡിയമാണ്. 3 ഫിഫ ലോകകപ്പുകൾക്ക് വേദിയാകുന്ന ലോകത്തിലെ ആദ്യത്തെ സ്റ്റേഡിയമാണ് ആസ്ടെക് സ്റ്റേഡിയം. അടുത്തത് ICC വനിതാ T20 ലോകകപ്പിനെ കുറിച്ച് നോക്കാം. ICC വനിതാ T20 ലോകകപ്പിൻ്റെ 10ാം പതിപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടും വെയിൽസും സംയുക്തമായാണ് ടൂർണമെൻറ്റ് ആതിഥേയത്വം വഹിക്കുന്നത്. ബർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ തോൽപ്പിച്ചു. ആദ്യത്തെ വനിതാ T20 ലോകകപ്പ് നടന്നത് 2009 ഇംഗ്ലണ്ടിൽ വെച്ചാണ്. കന്നി കിരീടം നേടിയതും ആതിഥേയരായ ഇംഗ്ലണ്ട് ടീം തന്നെയായിരുന്നു. അടുത്തത് ഈ വർഷത്തെ ലോക ബാലവേല വിരുദ്ധ ദിനത്തെക്കുറിച്ച് നോക്കാം. ജൂൺ 12-നാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അഥവാ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേല തുടച്ചു നീക്കുന്നതിനായി 2002 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. 2026 ഈ ദിനത്തിൻ്റെ പ്രമേയം ബാലവേലയ്ക്കെതിരെ റെഡ് കാർഡ്, കുട്ടികൾക്ക് ന്യായമായ കളി, മുതിർന്നവർക്ക് മാന്യമായ ജോലി, റെഡ് കാർഡ് ടു ചൈൽഡ് ലേബർ, ഫെയർ പ്ലേ ഫോർ ചിൽഡ്രൻ, ഡീസൻറ്റ് വർക്ക് ഫോർ അഡൾട്ട്സ് എന്നതാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന 1919 ഒക്ടോബർ 11-നാണ് സ്ഥാപിതമായത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലെ 24-ാം അനുച്ഛേദ പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ മറ്റ് അപകടകരമായ ജോലികളിലോ ഏർപ്പെടുത്താൻ ശക്തമായി നിരോധിച്ചിരിക്കുന്നു. അടുത്തത് എന്താണ് C-295 എന്ന് നോക്കാം. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൈനിക ചരക്കുകടത്ത് വിമാനമാണ് C-295. പ്രതിരോധ മേഖലയിലെ മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഗുജറാത്തിലെ വഡോദരയിലുള്ള നിർമ്മാണശാലയിലാണ് ഈ വിമാനം നിർമ്മിച്ചത്. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസിൻ്റെ സാങ്കേതിക സഹകരണത്തോടെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് TASL ആണ് ഈ വിമാനം നിർമ്മിച്ചത്.
ഇന്ത്യൻ സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തെ സൈനിക വിമാനമാണിത്. ചെറിയ റൺവേകളിൽ പോലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനുള്ള പ്രത്യേകതയും ഈ C-295-നുണ്ട്. അടുത്തത്, ലോക ചരിത്രത്തിൽ ആദ്യ ട്രില്യണയർ എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് ഈലോൺ മസ്ക്. 2026 ജൂൺ 12 നടന്ന സ്പേസ് എക്സിൻ്റെ ചരിത്രപരമായ IPO വഴിയാണ് ഈലോൺ മസ്ക് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. IPO എന്നാൽ ഒരു സ്വകാര്യ കമ്പനി തങ്ങളുടെ ഓഹരികൾ ആദ്യമായി പൊതുജനങ്ങൾക്കായി വിൽക്കാൻ വയ്ക്കുന്ന പ്രക്രിയയാണ്. അമേരിക്കയിലെ ഒരു പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ നാസ്ഡാക്കിലാണ് ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2002 സ്ഥാപിതമായ സ്പേസ് എക്സിൻ്റെ ആസ്ഥാനം കാലിഫോർണിയയിലെ ഹാത്തോണിലാണ്. ടെസ്ല, സ്പേസ് എക്സ്, XAI, ന്യൂറാലിങ്ക്, ദ ബോറിംഗ് കമ്പനി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യമാണ് മസ്കിനുള്ളത്. അടുത്തത്, ജസ്പാൽ റാണയ്ക്ക് വിട. 2026 ജൂൺ 12 അന്തരിച്ച ഇന്ത്യയുടെ ഷൂട്ടിംഗ് ഇതിഹാസ താരവും പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ മനു ഭാക്കറിൻ്റെ പരിശീലകനുമായിരുന്ന വ്യക്തിയാണ് ജസ്പാൽ റാണ. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 8 മെഡലുകളും കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 15 മെഡലുകളും അദ്ദേഹം ഇന്ത്യക്കായി നേടിയിട്ടുണ്ട്. കായിക മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് 1994 അർജുന അവാർഡും 1997 പത്മശ്രീയും 2020 ദ്രോണാചാര്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ചരിത്രപരമായ ഇരട്ട വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കറിൻ്റെ മുഖ്യ പരിശീലകനായിരുന്നു അദ്ദേഹം. അടുത്തത്, ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യക്ക് 127 സ്ഥാനം. ലോകത്തെ 163 രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് തയ്യാറാക്കിയ 2026 ഗ്ലോബൽ പീസ് ഇൻഡെക്സിലാണ് ഇന്ത്യക്ക് 127 സ്ഥാനം ലഭിച്ചത്. സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യമായി ഐസ്ലാൻഡ് തുടർച്ചയായ 19ാം വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും സമാധാനം കുറഞ്ഞ രാജ്യം റഷ്യയാണ്, 163ാം സ്ഥാനം. ഓസ്ട്രേലിയയിലെ സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനമാണ് ആഗോള സമാധാന സൂചിക പുറത്തിറക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ്. അടുത്തത്, ലോക രക്തദാന ദിനത്തെക്കുറിച്ച് നോക്കാം. ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. സുരക്ഷിതമായ രക്തത്തിൻ്റെയും രക്ത ഉൽപ്പന്നങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. മനുഷ്യരിലെ രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച കാൾ ലാൻസ്റ്റൈനുടെ ജന്മദിനമായതിനാലാണ് ജൂൺ 14 ലോക രക്തദാന ദിനമായി തിരഞ്ഞെടുക്കുന്നത്. അടുത്തത്, എന്താണ് വിനിമയ്? ഇന്ത്യയിലെ ലാൻഡ് പോർട്ട് പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിന് കീഴിലാക്കാൻ ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച പുതിയ സിസ്റ്റമാണ് വിനിമയ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള കര അതിർത്തികളിൽ യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുഗമമായ നീക്കത്തിന് സഹായിക്കുന്ന ഔദ്യോഗിക സുരക്ഷാ പരിശോധനാ കേന്ദ്രങ്ങളെയാണ് ലാൻഡ് പോർട്ടുകൾ അഥവാ സംയോജിത ചെക്ക് പോസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. കസ്റ്റംസ്, ഇമിഗ്രേഷൻ, അതിർത്തി സുരക്ഷാ സേനകൾ, മറ്റ് സർക്കാർ വകുപ്പുകൾ എന്നിവയെ ഒരു സിംഗിൾ ഇലക്ട്രോണിക് വിൻഡോയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോമാണിത്. ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ LPAI 2012 സ്ഥാപിതമായത്. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ 15 സംയോജിത ചെക്ക് പോസ്റ്റുകളാണ് പ്രവർത്തിക്കുന്നത്. അടുത്തത്, എന്താണ് മിഷൻ സുദർശൻ ചക്ര എന്ന് നമുക്ക് നോക്കാം. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ തദ്ദേശീയ ബഹുതല മിസൈൽ പ്രതിരോധ സംവിധാനം അഥവാ മൾട്ടി ലെയർഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് മിഷൻ സുദർശൻ ചക്ര. 2025 സ്വതന്ത്രദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഈ സുരക്ഷാ പദ്ധതി 2035 പൂർണ്ണസജ്ജമാക്കി രാജ്യത്തുടനീളം വിന്യസിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ സുപ്രധാന ഭാഗമായ പ്രൊജക്ട് കുശ വികസിപ്പിക്കുന്നത് DRDO ആണ്. DRDOയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഇന്ത്യയുടെ സ്വന്തം S-400 എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രൊജക്ട് കുശയ്ക്ക് 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 മുതൽ 400 കിലോമീറ്റർ വരെ എന്നീ ദൂരപരിധികളിൽ ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന 3 തരം ഇൻ്റർസെപ്റ്റർ മിസൈലുകളുണ്ട്. 2026 ജൂൺ മാസം 2ാം വാരത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യ വാര കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.